നമസ്കാരം, ഞാൻ പ്രദീപ് കുമാർ മേനോൻ. എൻ്റെ കൂടെ ഉള്ളത് ശ്രീ പോളേട്ടൻ പ്രസന്നൻ. ഇന്ന് ഞങ്ങൾ ഇരുമ്പുപാലം, ഇതിപ്പോൾ ഞങ്ങൾ ഇരുമ്പുപാലത്താണ് ഉള്ളത്. ഇരുമ്പുപാലത്തുനിന്ന് മൂന്നാർ വരെ ഉള്ളൊരു ഓട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ ഇരുമ്പുപാലത്തുനിന്ന് മച്ചിപ്ലാവ് പോയിട്ട് മച്ചിപ്ലാവ് നിന്ന് മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളേട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സഹ്യാദ്രി അൾട്രാ എന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ മുന്നോടിയായിട്ടാണ്. അതെന്നാ അത് ജൂൺ മാസം, മിക്കവാറും ജൂൺ 10 വീക്കിലായിരിക്കും. അത് 80 കിലോമീറ്റർ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. റൂട്ട് ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 3 പേരും കൂടി ഒരു പൈലറ്റ് റണ്ണാണ്. ശരിക്കും വേണമെങ്കിൽ റൂട്ട് ചെക്കിംഗ് എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം, റക്കി എന്ന് പറയാം, റൂട്ട് റക്കി എന്ന് വിളിക്കാം. അപ്പോൾ ഇന്നതാണ് ഇന്ന് ഡേറ്റ് 10-ാം തീയതി. അപ്പോൾ ജൂൺ മാസം ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തെ ടൈമുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇത്തവണ കഴിഞ്ഞ തവണ സെക്കൻഡ് എഡിഷൻ ആയിരുന്നു, 25 രൂപ പങ്കെടുത്തായിരുന്നു. ഇത്തവണ അതിന് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് പോലുള്ള ഒരു റോഡ് തിരഞ്ഞെടുത്തത്. വളരെ സീനിക് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ ഇടാം. അപ്പോൾ ഏതായാലും ഗുഡ് ബൈ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു. നമസ്കാരം. ഞങ്ങളിപ്പോൾ മാങ്കുളത്തിന് പോണ വഴിക്കുള്ള ഈ അരുവി കരിന്തരിവ ഏതൊരു അരുവിയാണ്. മാങ്കുളത്തിന് പോണ റൂട്ടിലുള്ളതാണ്. മച്ചിപ്ലാവിൽ നിന്ന് കയറി വരുമ്പോൾ എന്താണ് കൊരങ്ങാട്ടി പ്ലാമല വഴി ഈ മാങ്കുളത്തേക്ക് പോണ, പിന്നെ പ്ലാമല, പീച്ചാട്. അങ്ങനെ ഇപ്പം ഈ അരുവിയുടെ അടുത്തെത്തി. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടി ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ മാങ്കുളത്തെത്തില്ല. ലക്ഷ്മി എസ്റ്റേറ്റ് തിരിയണ വഴി ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ റൂട്ടിൽ, മാങ്കുളത്തേക്കുള്ള റൂട്ടിൽ. അപ്പോൾ ഈ അരുവി കണ്ടു. ഞങ്ങളൊന്ന് ഇവിടെ ഇറങ്ങി ഇതൊന്ന് ആസ്വദിക്കാൻ ഇറങ്ങിയതാണ്. നല്ല കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ കുളിക്കാൻ സമയമില്ല. അപ്പോൾ സൂപ്പറായിട്ടുള്ള അരുവിയാണ്. ഞാനത് നിങ്ങളെ കാണിക്കാം. കാടിൻ്റെ നല്ല മനോഹാരിത എല്ലാം ഉണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അത് കുളിക്കാൻ റിസ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് പ്രകൃതി എത്ര സുന്ദരമാണെന്നുള്ളത് ഈ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ. എന്ത് നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സുന്ദരമായ കാലാവസ്ഥ. നമ്മൾ എറണാകുളത്തൊക്കെ ഈ സമയത്ത് പകലൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ എന്ത് കുളിരാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സുന്ദരമായ കാലാവസ്ഥ. നമുക്ക് കുളിക്കാൻ തോന്നുകയാണ് ഇതിനകത്ത്. ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും മൂന്നാറിൽ എത്തണതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമസ്കാരം. ये है नजारा मांगुलम लक्ष्मी एस्टेट, लक्ष्मी एस्टेट. എലിഫന്റ് ക്രോസിംഗ് സോണാണിത്. പയ്യനും സ്ഥിരം പരിപാടി. കൊച്ച് ഡാൻസിന് പോകുമ്പോഴത്തേക്ക് അവള് എടുക്കും പ്രോട്ടീന്. ഈ പ്രോട്ടീൻ ആർക്കാണ് കഴിക്കാൻ? കാരണം നമ്മള് നോർമൽ ഫുഡിൽ നമുക്ക് കിട്ടത്തില്ല.
ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. തീർത്തേ 28 കിലോമീറ്റർ ആയല്ലോ പോളേട്ടാ. 28 കിലോമീറ്റർ ആയി. ഭയങ്കര സ്ലോ ആയി പോയി. 1000 മീറ്റർ എലിവേഷനായി. 1000 മീറ്റർ എലിവേഷനായി. 1060 അല്ലേ. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഓട്ടാണത്. ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ടോ? ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ടീ എസ്റ്റേറ്റ്. ഇവിടെ നമ്മുടെ പടയപ്പയുടെ ഏരിയ കേട്ടോ. പടയപ്പ എപ്പോൾ വേണമെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ലോക്കൽസ് പറഞ്ഞത് ഫോറസ്റ്റിൻ്റെ റോന്തീട്ടിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, പടയപ്പ എന്നൊരു പ്രശ്നമല്ല എന്നാണ് ലോക്കൽസ് കടക്കാർ പറഞ്ഞത്. പക്ഷേ അതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? വല്ലപ്പോഴും ഇതുപോലെ ബൈക്കേഴ്സ് ഉണ്ട്, ടീ എസ്റ്റേറ്റിലെ വണ്ടികൾ വല്ലപ്പോഴും വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ ടൂറിസ്റ്റുകൾ വല്ലപ്പോഴൊക്കെ പോവും. ഭയങ്കര കയറ്റവർക്കുള്ള റോഡാണ്. ലോൺലിനെസ്സാണ്. ബാംബു സുഹൃത്തുക്കളെ, ഇത് മീനമാസമായിട്ടില്ല, മേടമാസം അവസാനമാണ്. മീനമാസം പിറക്കാൻ പോണു. അതായത് ഏപ്രിൽ 10-ാം തീയതി, സമയം ഉച്ചയ്ക്ക് 1:10, കോടമഞ്ഞ് ലക്ഷ്മി എസ്റ്റേറ്റിൽ. ഇതാണ് പ്രകൃതിയിലെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. എറണാകുളത്ത് നമുക്കിതൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ ഈ സമയത്ത്, ഉച്ച സമയത്ത് കോടമഞ്ഞ്? അതുകൊണ്ടാണ് നമ്മളിവിടെ ഓടാൻ വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഓടാൻ വന്നത്. അതെ, ഇത് ചൂടൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ചൂടില്ല. എലിവേഷനിൽ പ്രശ്നമേ ഇല്ല. 1100 മീറ്റർ ആയുള്ളൂ. 1100 മീറ്റർ ആയിട്ടുള്ളൂ. അതായത് ആ മലയുടെ മുകളിലൊക്കെ നിറച്ച് കോടയാണ്. ഇവിടെ നമ്മൾ നടക്കുന്നിടത്തൊക്കെ ഉണ്ട്. ഇനി ഉച്ചതിൻ്റെ പേരിൽ അത്രയ്ക്ക് വിസിബിൾ അല്ല. അല്ല, മലയുടെ മുകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര കോടയാണ്. മല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അധികം ഉയരത്തൊന്നുമില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉയരം പറഞ്ഞാൽ ഏകദേശം 1350 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർമേഘങ്ങൾ നമ്മുടെ തൊട്ട് തലയ്ക്ക് മുകളിലുണ്ട്. മഴ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. പക്ഷെ മഴയൊന്നും പെയ്യില്ല. ഈ കാലാവസ്ഥ താഴ്ന്നു പോലെ തുടങ്ങിയതാണ്. മാങ്കുളത്തെത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് ചെറിയൊരു മഴ എത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല. സാമാന്യം നല്ല രീതിയിൽ മഴയുണ്ട്.
ആ പുതുമണ്ണിൻ്റെ മണമൊക്കെ. കാലാവസ്ഥ എത്രമാത്രം വൈരുദ്ധ്യമുള്ളതാണ്. ഇവിടെ തണുപ്പും മഴയും, എറണാകുളത്ത് അസഹനീയമായ ചൂട്. ഓട്ടോറിക്ഷയ്ക്ക് പോകും അതില്ലേ, നല്ല കയറ്റാണെങ്കിലും മഴ കനക്കാണ്. ഏതായാലും മൊബൈൽ കവറിലുള്ള സമയമായി. അതിഭീകരമായ മഴയെ അതിജീവിച്ച് ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടുന്ന മഴയായിരുന്നു. മഴയത്ത് നനഞ്ഞ് കോഞ്ഞാട്ടയായി, ഒന്നും പറയാനില്ല. 1 മണിക്കൂർ അതിഭീകര മഴ, തണുപ്പും. പോടേട്ടനാണ് ഈ ഹൈബർനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മഴ തുടർച്ചയായിട്ട് മഴ നനഞ്ഞ് പുള്ളിക്ക് വിറയായിട്ട് ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല. ഏതായാലും ഇപ്പോൾ 35 കിലോമീറ്റർ ഓടി. എനിക്ക് വേണം 1 ഓഫ് ദ സ്ലോവസ്റ്റ് 35 കിലോമീറ്റർ ആയിരിക്കും. 8 മണിക്കൂറും എടുത്തു. അതെന്ന് വെച്ചാൽ ഭയങ്കര കയറ്റിറക്കങ്ങളുള്ള റോഡാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള റോഡ്. നമുക്കിപ്പോൾ എത്ര മീറ്റർ എലിവേഷൻ ആയി കാണും? 1376 മീറ്റർ ഞങ്ങൾ ഇതുവരെ കയറി കഴിഞ്ഞു. ഈ പ്രദേശത്തിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 മീറ്റർ വരും. പക്ഷേ കയറ്റിറക്കങ്ങളുടെ ആകെ ടോട്ടൽ 1300-ലധികം മീറ്റർ കയറി കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാർ എത്താനായിട്ട് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോഴത്തേക്ക് ഒരു ഫുൾ മാരത്തൺ പൂർത്തിയാവും. ഇപ്പോൾ തന്നെ സമയം 3 മണിയായി. ഇനി 4:30 ആവും എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഓക്കെ, ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വീഡിയോ കണ്ടിടാം. പതിവ് പോലെ ഇവിടെയൊക്കെ നല്ല എസ്റ്റേറ്റ് പ്രദേശങ്ങൾ തന്നെയാണ്. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ. ഫോറസ്റ്റാണ്. ആനയൊക്കെയുള്ള പ്രദേശത്ത് കൂടിയൊക്കെ പോകുന്നു വരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളൊരു ആനയും കണ്ടില്ല. ഭാഗ്യത്തിനോ ഭാഗ്യമൊക്കെ ആയിരുന്നു. പിന്നെ മുട്ടിന് ചായക്കടയുണ്ട്. എല്ലായിടത്തും കയറി ചായ, ആവശ്യത്തിനുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. മഴ ഒരു കാര്യത്തിൽ ഒരു ഉപകാരമാണ്. വലിയ കടപ്പൊന്നും തോന്നണില്ല. മഴയത്ത് ഓടി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പശുക്കളൊക്കെ മേയുന്ന ഒരു ചെറിയ വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് കണ്ടു. പൂക്കൾ, പുല്ലും ഒക്കെ ഉള്ള ചെറിയൊരു തോടും ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതുവരെ കണ്ട ടീ എസ്റ്റേറ്റ് പോലെയല്ല, ഒരു ചെറിയ പുൽത്തകിടിയൊക്കെ ഉള്ളൊരു പ്രദേശം. അവിടെ നമ്മുടെ കൂട്ടുകാർ 2 പേര് ഇരുന്ന് വിശ്രമിക്കുകയാണ്. ചെറിയ കലങ്ങുകളൊക്കെ ക്ഷീണിച്ചു അല്ലേ? ഭയങ്കര. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. സാധാരണ നമ്മൾ കണ്ട മലയും ടീ എസ്റ്റേറ്റും അല്ല. ഇത് നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ. എന്താ അല്ലേ? ഓക്കെ, ലെറ്റ്സ് മൂവ്. ഹായ്. സുഹൃത്തുക്കളെ, വിജയകരമായി 39.5 കിലോമീറ്റർ പൂർത്തിയാക്കി. മൂന്നാർ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 കൂട്ടുകാരും മഴയെന്നൊക്കെ മോചിതരായി പൂർവാധിക ശക്തിയോടെ ഓട്ടം തുടങ്ങുകയാണ്. ഇപ്പോഴും സൗന്ദര്യത്തിനൊന്നും പ്രകൃതി ഭംഗിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. ടീ എസ്റ്റേറ്റൊക്കെ തന്നെ ഇവിടെ. ഇതൊരു അന്തം കുന്തം ഇല്ലാത്ത ടീ എസ്റ്റേറ്റ് അല്ലേ? എന്തോ ഇത് മാങ്കുളം മുതൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ എത്ര കിലോമീറ്റർ? മാങ്കുളത്തിന് മുമ്പ് അല്ല, മാങ്കുളം എന്താണ് വിരിപ്പാറക്കൊക്കെ മുമ്പ് ഒരുപാട് ദൂരമായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 25 കിലോമീറ്റർ. അതെ, 25 കിലോമീറ്റർ ദൂരം ടീ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്തോ ഒരു എസ്റ്റേറ്റ്, ലക്ഷ്മി എസ്റ്റേറ്റ്. ലക്ഷ്മി എസ്റ്റേറ്റ്. ശരീരത്തെ മഴയൊക്കെ മാറി ഇപ്പോൾ ഉണങ്ങി. ഒരു ക്ഷീണവും കേട്ടോ. 1 മണിക്കൂർ ഫുൾ മഴ നനഞ്ഞിട്ടും ഇപ്പൊ മഴയൊക്കെ ഷർട്ടൊക്കെ ഉണങ്ങി. 1500 മീറ്റർ എലിവേഷൻ. ഇപ്പൊ എത്ര എലിവേഷൻ?
1387. 1400 മീറ്റർ എലിവേഷൻ ആയിട്ട് നമുക്കൊരു ക്ഷീണം തോന്നുന്നില്ല. ക്ഷീണമൊന്നുമില്ല. അതാ ക്ലൈമറ്റിൻ്റെ. അതെ, സൂപ്പർ ക്ലൈമറ്റ് ആണപ്പോൾ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമാണ് ഏറ്റവും ഭീകരം. 9.5 മണിക്കൂർ എടുത്തിട്ടോ. അങ്ങനെ വിജയകരമായിട്ട് സഹ്യാദ്രി അൾട്രയുടെ റൂട്ടൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിലാണ്. മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻ്ററാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഓട്ടം ഇവിടെ പൂർത്തിയാക്കി. സഹ്യാദ്രി അൾട്രാ സീരീസിൻ്റെ റൂട്ടറൊക്കെ ആയിരുന്നു. ഏകദേശം 42.5 കിലോമീറ്റർ ഓടി. ഇന്ന് പോളേട്ടൻ്റെ 165ാമത്തെ മാരത്തോണും കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഏകദേശം ഒരു 9.5 മണിക്കൂർ എടുത്തു. ഞങ്ങൾ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള കാലാവസ്ഥ വഴിയൊക്കെയാണ് ഓടിയത്. ഏകദേശം 1400 മീറ്റർ എലിവേഷൻ ഇതിനകത്തുണ്ട്. ഇത് സഹ്യാദ്രി അൾട്രാ സീരീസിൻ്റെ ഈ എഡിഷൻ്റെ ഒരു പകുതി ഭാഗം, 3rd എഡിഷൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞങ്ങൾ ഓടിയിട്ടുള്ളൂ. ഈ ഭാഗത്തെ റൂട്ടിൻ്റെ ഒരു കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു. എന്തായാലും വന്ന് ജൂൺ ഫസ്റ്റ് വീക്കിൽ അത് സംഭവിക്കും. 80 കിലോമീറ്റർ ആയിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇറ്റ് വിൽ ബി സംവെയർ ബിറ്റ്വീൻ കോതമംഗലം ആൻഡ് മൂന്നാർ. ആ ഡിസ്റ്റൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടങ്ങോട്ടായിരിക്കും സംവെയർ ടു മാച്ച് 80 കിലോമീറ്റർ. അതെ, എൻഡ് സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും ഓടുന്നത്. പിന്നെ ഇതിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഗ്രൗണ്ടാണ്. ഇവിടെ നിന്നാണ് പ്രസിദ്ധമായിട്ടുള്ള മൂന്നാർ അൾട്ര എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നടന്നു. ഇവിടെ 5 വർഷം നടന്നു. ഈ വർഷം എന്തായാലും നടന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.